നമ്മളെ മനസ്സ് വല്ലാതെ തിങ്ങുമ്പോൾ അതിന് ആത്മഹത്യയല്ല പരിഹാരം. മദ്യം കഴിച്ച് കുറച്ചു നേരത്തേക്ക് എല്ലാം മറക്കാനുള്ള വഴികൾ തേടലല്ല പരിഹാരം. മറ്റൊന്നുമല്ല പരിഹാരം. റബ്ബല്ലാത്തവരുടെ കാൽക്കൽ പോയി സുജൂദ് ചെയ്യലോ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കലോ, അവരോട് പ്രാർത്ഥിക്കലോ, അവരുടെ മുമ്പിൽ പോയി സങ്കടം പറഞ്ഞ് അവരില്ലെന്ന് മനസ്സമാധാനം തേടലോ ഒന്നുമല്ല പരിഹാരം. മനസ്സ് തിങ്ങി വിങ്ങുമ്പോ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, യജമാനനായ താങ്കളുടെ റബ്ബിനെ ധാരാളമായി സ്തുതിച്ചോളൂ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. തസ്ബീഹ് ചെല്ലുന്നതിലൂടെ നമ്മുടെ ടെൻഷനുകൾ നീങ്ങും. ദിക്റുകളിലൂടെ, തസ്ബീഹ് മാത്രല്ല, ദിക്റുകൾ നമ്മുടെ മനസ്സുകൾക്ക് വലിയ ആശ്വാസം പകരും. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ ആയിക്കോളൂ താങ്കൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബത്ത് പറയുന്നുണ്ട്, കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ തിങ്ങ് പേടിക്കേ ബേജാറാകുകയൊക്കെ ചെയ്താൽ വേഗം നിസ്കാരത്തിലേക്കാണ് പോകും. നിസ്കാരത്തിലേക്കാണ് പോകുന്നു. നിസ്കരിച്ചാണ് കഴിയുമ്പോഴൊക്കെയാണ് അടങ്ങുന്നത്. അള്ളാഹിനോടാണ് പറയണം, അള്ളാഹിനോടാണ് സങ്കടപ്പെടുകയാണ്. കൈകെട്ടിയാണ് നിന്ന് നിസ്കാരം തീരുന്നതോടുകൂടി ആ വിഷമം നീങ്ങുകയാണ്.